ഹായ് ഫ്രണ്ട്സ്, CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയുടെ മാത്തമാറ്റിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇത്. കഴിഞ്ഞ 2 പാർട്ടുകളിലായിട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും കമന്റ് ബോക്സിൽ പലരും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇംഗ്ലീഷ് മീഡിയക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് വിചാരിച്ച് മലയാള മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളതിനെ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് 2 മീഡിയക്കാർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന വീഡിയോ ആണ് ഇത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. 4 യൂണിറ്റുകൾ, അതായത് നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 യൂണിറ്റുകളിൽ നിന്നുമുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 പാർട്ടും അതുപോലെ തന്നെയായിരുന്നു. അത് മലയാളത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Renu is arranging numbers on an abacus using 24 beads. Question A. What is the largest 5-digit number Renu can make? B. What is the smallest 5-digit number she can make? C. What is the difference between the largest and the smallest 5-digit numbers she made? Then last D. If Renu bought each beads at 6 rupees, how much did she spend in total on the beads? 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 5-digit നമ്പർ റീനു ക്യാൻ മേക്ക്? ഇവിടെ അബാക്കസ് ഉണ്ടാക്കാൻ വേണ്ടി 24 ബീഡ്സ് ആണ് റീനുവിൻ്റെ കയ്യിലുള്ളത്. നമുക്ക് 5-digit നമ്പർ ആണ് വേണ്ടത്. അപ്പോൾ 1 2 3 4 5. ഇവിടെ വൺസ് ആണ് ഇതിവിടെ. അതുപോലെ തന്നെ ടെൻസ്, ഹൺഡ്രഡ്സ്, അതുപോലെ തൗസൻഡ്സ്, 10,000s, ഇങ്ങനെയാണ് 5-digit വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ ഹയസ്റ്റ് വാല്യൂ നമ്മൾ എവിടെ കൊടുക്കണം? ഇവിടെ പ്ലേസ് വാല്യൂ ഹയസ്റ്റ് ആയുള്ള സ്ഥലം എന്ന് പറയുന്നത് 10,000ന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഹയസ്റ്റ് വാല്യൂ കൊടുക്കണം. അപ്പോൾ അതായത് 24 ബീഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നമ്മൾ പരമാവധി ബീഡ്സ് എവിടെ പ്ലേസ് ചെയ്യണം? 10,000ന്റെ ഭാഗത്ത് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ എത്ര കൊടുക്കാം? വലിയ നമ്പർ കിട്ടാൻ വേണ്ടി 9 ആണ് ഹയസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 9 നമുക്ക് ഇവിടെ എഴുതണം. 9. ഇപ്പൊ നമ്മൾ ഹയസ്റ്റ് പ്ലേസ് വാല്യൂന്റെ അടുത്ത് മാക്സിമം ബീഡ്സ് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി ബാലൻസ് ഉള്ളത് എത്രയാണ്? ആകെ 24 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി 15 ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ആ 15 ബീഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്കിയുള്ള പ്ലേസ് വാല്യൂവിൻ്റെ അടുത്തൊക്കെ നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 1000ന്റെ ഭാഗത്ത് നമ്മൾ 9 കൊടുക്കുകയാണ്. അപ്പോൾ 2 9 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എത്രയാണ് ബാലൻസ് ഉള്ളത്? 6 ആണ് ബാലൻസ് ഉള്ളത്, അല്ലേ? അതും നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ മാക്സിമം ഇനി 6 പൂർണ്ണമായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് 6 തന്നെ കൊടുക്കാം. അപ്പോഴേ നമുക്കിത് ഹയസ്റ്റ് നമ്പറായി മാറുകയുള്ളൂ. ഇനി ഇവിടെ 0 കൊടുക്കാം, ഇവിടെയും 0 കൊടുക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 9 കൊടുത്തു, പിന്നെ വീണ്ടും 9 നമ്മൾ 9 ബീഡ്സ് പ്ലേസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ബാലൻസ് ഉള്ള 6 ബീഡ്സ് ഒരുമിച്ച് നമ്മൾ 100ന്റെ പ്ലേസ് വാല്യൂവിന് അവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞു. പിന്നെ 10 അതുപോലെ 10സും 1സും നമ്മൾ 0 ആക്കി മാറ്റി. ഇപ്പം നമ്പർ എത്ര കിട്ടി നമുക്ക്? 99,600 എന്ന നമ്പർ കിട്ടി. അപ്പോൾ ഇതാണ് ഈ അബാക്കസ് കൊണ്ട്, 24 ബീഡ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന അബാക്കസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 99,600 ആണ്. അപ്പോൾ ഇതിന്റെ തുകയാണ്, സമ്മാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 24 ബീഡ്സ് എന്ന് പറയുമ്പോൾ അക്കങ്ങളുടെ സം എന്ന് പറയുന്നത് 24 ആയിരിക്കും. അതിന്റെ മറ്റൊരു വശമാണത്. ബീഡ്സ് ഒന്നെങ്കിൽ മുത്തുകൾ നമുക്ക് പ്ലേസ് ചെയ്തിട്ട് എന്ന ചോദ്യം വരുമ്പോഴും അതിന്റെ ആശയം എന്ന് പറയുന്നത് 9 9 and 6 ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 24 ലഭിക്കും. അപ്പോൾ ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 5-digit നമ്പർ ഷീ ക്യാൻ മേക്ക്? അപ്പോൾ നേരത്തെ ഹയസ്റ്റ് നമ്മൾ കണ്ടതുപോലെ ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് 5-digit നമ്പർ ആണ് കാണാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വൺസ് ആണ്, ടെൻസ്, ഹൺഡ്രഡ്സ്, അതുപോലെ തന്നെ തൗസൻഡ്സ്, 10,000s. അപ്പോൾ ഇവിടെ നമ്മൾ ഹയസ്റ്റ് നേരത്തെ കണ്ടതുപോലെ ഇനി സ്മോളസ്റ്റ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ വൺസിന്റെ സ്ഥാനത്ത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? ബീഡ്സ് വെക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നേരത്തെ നമ്മൾ 10,000ന്റെ ഭാഗത്താണ് മാക്സിമം വെച്ചത്. ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് ആണ് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് സ്മോളസ്റ്റ് ആവണമെങ്കിൽ വൺസിന്റെ സ്ഥാനത്ത് കൂട്ടി കൊടുക്കുക. അഥവാ 10,000ന്റെ ഭാഗത്ത് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. അവിടെ പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 0 എഴുതാൻ പറ്റുമോ?
കാരണം 0 കൊണ്ടൊരു നമ്പർ സ്റ്റാർട്ട് ചെയ്യില്ല. അതുകൊണ്ട് 0 ഒരിക്കലും അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം, 1 എന്ന് കൊടുക്കാം. അഥവാ ഒരു മുത്ത് മാത്രമേ അവിടെ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്പർ 5 ഡിജിറ്റ് ആവില്ല. 0 ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ അത് കൗണ്ട് ചെയ്യില്ല. ഇനി വീണ്ടും നമ്മൾ ലാസ്റ്റിലേക്ക് വരാം. വൺസിന്റെ സ്ഥാനത്ത് മാക്സിമം നമ്പർ കൊടുക്കുക. ആദ്യം 24 ബീഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് 1 നമ്മൾ എവിടെ കൊടുത്തു, 10,000ന്റെ ഭാഗത്ത് കൊടുത്തപ്പോൾ ഇനി 23 ബീഡ്സ് ആണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 23 ബീഡ്സിൽ നിന്ന് 9 ബീഡ്സ് വൺസിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 9ഉം കൂടെ ഇതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 23ൽ നിന്ന് 9ഉം കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? അപ്പോൾ 14 ബീഡ്സ് ആണ് ഇനി ബാക്കിയുള്ളത്. ഈ 14 ബീഡ്സിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ടെൻസിന്റെ സ്ഥാനത്തും ഒരു 9 കൂടെ കൊടുക്കാം. 9 ഇവിടെയും കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 9 കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 5 ആണുള്ളത്. ഓക്കെ, ഈ 5 നമുക്ക് എവിടെ കൊടുക്കാം? തൊട്ടടുത്ത ഹൺഡ്രഡ്സിൽ കൊടുക്കണോ അഥവാ തൗസൻഡ്സിൽ കൊടുക്കണോ? തൗസൻഡ്സിൽ കൊടുത്താൽ അത് 5000 എന്ന 5000ലേക്ക് പോകും. 100ൽ കൊടുത്താൽ അത് 500ലേക്ക് ചുരുങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊടുത്തു പോരുന്നത്. ഇടത്തെ സൈഡിൽ നിന്ന് 0, 10, 100 അങ്ങനെയാണ് നമ്മൾ ബീഡ്സ് കൊടുത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 5 എന്ന് എഴുതാം. ഇവിടെ 0 ആണ്. ഇവിടെ മുത്തുകളൊന്നും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഏതാ നമ്പർ കിട്ടിയത്? 10,599 അഥവാ 10,599 എന്ന നമ്പർ നമ്മൾക്ക് ലഭിച്ചു. ഇത് സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറാണ്. 24 ബീഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ എല്ലാ നമ്പറുകളും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 24 ലഭിക്കണം. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. 1 + 5 + 9 + 9 = 24 ആയിരിക്കണം. ഇനി നമ്മൾ സബ് ക്വസ്റ്റ്യൻ സി നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഷീ മെയ്ഡ്? അവൾ ഉണ്ടാക്കിയ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന്. ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും നമ്മൾ നേരത്തെ കണ്ടെത്തിയത് കൊണ്ട് ഏതൊക്കെയാണ് ലാർജസ്റ്റ് നമ്പർ? 99,600 ആണ് നമ്മുടെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ എത്രയായിരുന്നു? 10,599 ആണ്. ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 89,001 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ സിയുടെ ആൻസറും കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡി നോക്കാം. ക്വസ്റ്റ്യൻ ഡി, ഇഫ് റീനു ബോട്ട് ഈച്ച് ബീഡ് അറ്റ് 6 rupees, how much did she spend in total on the beads? അതായത് 24 ബീഡ്സ് ആണ് നമ്മുടെ റീനുവിൻ്റെ കയ്യിലുള്ളത്. ഒരു ബീഡ്, ഒരു മുത്ത് വാങ്ങാൻ വേണ്ടി റീനുവിന് എക്സ്പെൻസ് വന്നത് 6 rupees ആണ്. അപ്പോൾ സിമ്പിൾ ക്രിയയാണ് ഇവിടെ വരുന്നത്. 24 × 6 എന്നാണ് അല്ലേ? എത്രയാണ് ഇതിൻ്റെ ആൻസർ? 144 എന്നതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ 144 rupees ആണ് ബീഡ്സ് വാങ്ങാൻ വേണ്ടി റീനുവിന് ചെലവായത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫർഹാൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു ഗോ ഓൺ ഫീൽഡ് ട്രിപ്പ്. ടോട്ടൽ 20 children are going. They estimated the following expenses. First, food 3,500, vehicle rent 4,800, entrance tickets 1,200. Okay, questions. What is the total estimated amount? Then second, how much should each child contribute? See, if lunch cost 95 rupees per person, what is the total amount spent? അങ്ങനെ 3 questions ആണ് ഇതിലുള്ളത്. ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എമൗണ്ട്? അതായത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഫർഹാനും അവരുടെ ഫ്രണ്ട്സും എന്ത് ചെയ്യാണ്? ട്രിപ്പ് പോവുകയാണ്. ടോട്ടൽ 20 കുട്ടികളാണ് അവർ പോകുന്നത്. അവർ ടൂറ് നടത്താൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്ന എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ്. ചിലവായിട്ടില്ല, അതിന് മുന്നേ തന്നെ അവരൊരു കാൽക്കുലേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫുഡിന് വേണ്ടിയിട്ട് 3,500 ഉണ്ട്, 4,800 ആണ് അവർ വെഹിക്കിൾ റെന്റ്, അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് ആയിട്ട് 1,200. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്രയാണെന്ന് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ കിട്ടും. അപ്പം 3,500, അതുപോലെ തന്നെ 4,800, 1,200, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 9,500 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എസ്റ്റിമേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 9,500 ആണ്. ഇതിലെ സബ് ക്വസ്റ്റ്യൻ ബി, ഹൗ മച്ച് ഷുഡ് ഈച്ച് ചൈൽഡ് കോൺട്രിബ്യൂട്ട്? അങ്ങനെയാണെങ്കിൽ
അവർക്ക് ഓരോ കുട്ടികൾക്കും എത്രയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ വരിക, ഓരോ കുട്ടികൾക്കും എത്രയാണ് വരിക. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്, ടോട്ടൽ കുട്ടികൾ എത്രയാണ്, 20 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആകെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 9500 ഡിവൈഡഡ് ബൈ 20 ആണ്. ഇതിന്റെ ആൻസർ എത്രയാണ്? ഇറ്റ്സ് ഈക്വൽ ടു 475 റുപ്പീസ് ആണ് ഒരാളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ക്രിയകളൊക്കെ ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വിശദീകരിച്ച് ഓരോന്നോരോന്ന് പറയുന്നില്ല, അതിന്റെ ക്രിയകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. സബ് ക്വസ്റ്റ്യൻ സി, ലഞ്ച് കോസ്റ്റ് 95 റുപ്പീസ് പെർ പേഴ്സൺ. അതായത് ഒരു കുട്ടിക്ക് 95 റുപ്പീസ് ആണ് ലഞ്ചിന് വേണ്ടി ആയത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്, അതായത് ലഞ്ചിന് വേണ്ടി അവർ ടോട്ടൽ എമൗണ്ട് എത്രയാണ് സ്പെൻഡ് ചെയ്തത്. സിമ്പിൾ ആണല്ലേ. അപ്പൊ എങ്ങനെയാണ് കിട്ടുക? 95 ഇൻറ്റു 20, 95 ഇൻറ്റു 20 ആണ് വരിക. അതായത് 20 കുട്ടികൾക്കും 95 രൂപ പ്രകാരം ആകെ എത്രയാകും? 1900 റുപ്പീസ് ആണ് അവർക്ക് ലഞ്ചിന് വേണ്ടി എക്സ്പെൻസ് ആയിട്ട് വരിക. ഓക്കെ. Third question, in a school, class 4 has 4 divisions with 35 students each. Candies are being distributed for the annual day. Question A, what is the total number of students in class 4? Question B, 12 students were absent on annual day. How many candies are needed for 2 each for those present? C, if one candy cost 4 rupees, what is the total amount spent? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. 1 by 1 ആയിട്ട് നോക്കാം. എ ആണ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 4? 4ാം ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എത്ര, ഹൗ മെനി ഡിവിഷൻസ് ആർ ദർ? 4 ഡിവിഷൻസ് ആണ് നമുക്ക് 4ാം ക്ലാസ്സിലുള്ളത്. ഈച്ച് ഡിവിഷൻ 35 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പം നമുക്ക് 35 ഇൻറ്റു 4, ഓക്കെ, അതായത് 35 ഗുണിക്കണം 4, എത്രയാണ് ആൻസർ വരിക? 140 സ്റ്റുഡൻസ് ആണ് 4ാം ക്ലാസ്സിൽ ഉള്ളത്. ഓക്കെ. ഇനി ഇതിൻ്റെ ബി നോക്കാം. 12 സ്റ്റുഡൻസ് വേർ ആബ്സെന്റ് ഓൺ ആനുവൽ ഡേ. 12 കുട്ടികൾ ആനുവൽ ഡേക്ക് ആബ്സെന്റ് ആയിരുന്നു. ആകെയുള്ള കുട്ടികൾ നേരത്തെ നമ്മൾ പറഞ്ഞു 140 ആണ്, 140 കുട്ടികളാണ്. അതിൽ 12 കുട്ടികൾ എന്തായിരുന്നു? ആബ്സെന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ഹൗ മെനി കാൻഡീസ് ആർ നീഡഡ് ഫോർ 2 ഈച്ച്, 2 എണ്ണം ഒരു കുട്ടിക്ക് കൊടുക്കണം. 2 എണ്ണം വീതം ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അന്ന് പ്രസന്റ് ആയ കുട്ടികൾക്ക് എത്ര മിഠായികൾ വേണം എന്നാണ് ചോദിക്കുന്നത്. ആകെ 140 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 140യിൽ നിന്ന് 12 മൈനസ് ചെയ്യണം. എത്രയാണ് ആൻസർ കിട്ടുക? 128 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ 128 ആണ്, അതായത് 128 കുട്ടികളാണ് അന്ന് പ്രസന്റ് ഉള്ളത്. ഇവർക്ക് 2 മിഠായികൾ വീതമാണ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ 2 ഈച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. 128 കുട്ടികളാണുള്ളത്, അവർക്ക് 2 മിഠായികൾ വീതം, 2 കാൻഡീസ് വീതം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മിഠായികളാണ് കൊടുക്കേണ്ടി വരിക? 256 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 128നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 256 കാൻഡീസ് ആണ് അവർക്ക് ആകെ വേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ സി നോക്കാം. ഇഫ് 1 candy cost 4 rupees, what is the total amount spent? ടോട്ടൽ പ്രസന്റ് എത്രയാണ്? 128 ആയിരുന്നു ടോട്ടൽ പ്രസന്റ്. അവർക്ക് 2 മിഠായികൾ വീതം വാങ്ങിയപ്പോൾ 256 കാൻഡീസ് ആണ് ആകെ വാങ്ങിയത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? 4 രൂപയാണ്, 4 റുപ്പീസ് ആണ് ഒരു കാൻഡീസിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വീണ്ടും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 1024 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇത്ര രൂപയാണ് ഇവർക്ക് മിഠായി വാങ്ങാൻ വേണ്ടി ചെലവായത്. അപ്പോൾ 3 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പു went to a supermarket with his mother and bought 4 notebooks. 4 notebooks at 38 each. ഓരോ നോട്ട്ബുക്കിനും 38 റുപ്പീസ് ആണ്. 2 kilogram sugar at 43 per kilogram. 43 റുപ്പീസ് ആണ് കിലോഗ്രാമിന് വരുന്നത്. ദെൻ 1 packet of biscuit for 26. ഇങ്ങനെയാണ് നമ്മുടെ അപ്പു സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്, വാങ്ങിയത്. ദെൻ ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ഇഫ് ഹിസ് മദർ പെയ്ഡ് വിത്ത് എ 300 നോട്ട്, ഹൗ മച്ച് ബാലൻസ്
would she get? Then C, if Appu and his sister shared the balance equally, how much would each get? ഇങ്ങനെ 3 ഉപചോദ്യങ്ങൾ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 by 1 ആയിട്ട് നോക്കാം. സബ് ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ആകെ എത്രയാണ് ചെലവായത്? ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പു സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതാണ്. അവന്റെ മദറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സാധനങ്ങൾ വാങ്ങി. എന്തൊക്കെയാണ് വാങ്ങിയത്? 4 നോട്ട്ബുക്സ് അറ്റ് 38 റുപ്പീസ്. ഓക്കെ, നോട്ട്ബുക്ക് വാങ്ങിയത് 38 റുപ്പീസിനാണ്. ഒരു നോട്ട്ബുക്കിന്റെ വിലയാണ് 38. 4 നോട്ട്ബുക്ക് ആണുള്ളത്. അപ്പോൾ നോട്ട്ബുക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് 4 into 38. എത്രയാണ് ആൻസർ വരിക? 152 റുപ്പീസ് ആണ് നോട്ട്ബുക്കിന് ചെലവായത്. ദെൻ ഷുഗർ ആണ്, പഞ്ചസാര വാങ്ങിയത്. ഷുഗർ എത്രയാണ്? 2 കിലോഗ്രാം ആണ്. 2 into 43 per kilogram. 43 per kilogram. ഒരു കിലോഗ്രാമിന് 43 രൂപയാണ്. അപ്പോൾ 2 ഗുണിക്കണം 43 is equal to 86 ആണ് വരിക. ഓക്കെ, ദെൻ അവസാനമായിട്ട് ബിസ്ക്കറ്റ് ആണ് വാങ്ങുന്നത്. ബിസ്ക്കറ്റിന് നേരെ റേറ്റ് പറയുന്നുണ്ട് 26 ആണ്. ഓക്കെ, 26. അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 264 റുപ്പീസ് ആണ് ആകെ ഇവർക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ബി, ഇഫ് ഹിസ് മദർ പെയ്ഡ് വിത്ത് 300 റുപ്പീസ്, ഹൗ മച്ച് ബാലൻസ് വുഡ് ഷീ ഗെറ്റ്? അതായത് അമ്മ കൊടുത്തത് 300 റുപ്പീസ് ആണ് കൊടുത്തത്. ആകെ അവർക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നത് എത്രയായിരുന്നു? നേരത്തെ നമ്മൾ കണ്ടെത്തി 264 ആണ് അവർക്ക് ആകെ വന്നത്. ഇവിടെ അമ്മ കൊടുത്തത് എത്രയാണ്? 300 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്രയാണ് ബാലൻസ് കിട്ടുക? അപ്പം 300 മൈനസ് 264 എന്നതാണ് ഇതിൻ്റെ ക്രിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 36 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇതിലെ സി ക്വസ്റ്റ്യൻ, ഇഫ് അപ്പു ആൻഡ് ഹിസ് സിസ്റ്റർ ഷെയർഡ് ദ ബാലൻസ് ഈക്വലി, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? അതായത് ബാലൻസ് ഉള്ള 36 റുപ്പീസ് ആണെന്ന് നേരത്തെ കണ്ടെത്തി. ഇത് അവർ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. അതായത് അപ്പുവും സിസ്റ്ററും കൂടെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 36നെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2, 2 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 18, അഥവാ 18 രൂപയാണ് അവർ ഓരോരുത്തരുമായിട്ട് ഷെയർ ചെയ്ത് എടുത്തത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? ഉപചോദ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ മോഡലിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ, മീൻസ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ എ തെറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാക്കിയുള്ള എല്ലാം തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം അതുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും വരിക. അപൂർവമായിട്ടേ കണക്ട് ചെയ്യാതെ വരികയുള്ളൂ. അപ്പോൾ ഒന്ന് തെറ്റിയാൽ ബാക്കിയെല്ലാം തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. 5 മാർക്കാണ്, നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോകളുമായിട്ട് അടുത്ത പാർട്ടിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.